ഓക്കെ, അപ്പോൾ ഇത് PVR സൂപ്പർപ്ലെക്സിൻ്റെ വീഡിയോ ചെയ്തതിൻ്റെ പാർട്ട് 2 ആണേ. അപ്പോൾ പാർട്ട് 1 ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞു തീർന്നില്ലായിരുന്നു, ഒരു റിവ്യൂ പോലെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇതാണ് റിവ്യൂ എന്ന് പറയുന്ന സംഭവം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇത് എഡിറ്റ് ചെയ്തപ്പോൾ, ഈ പാർട്ട് 2 എഡിറ്റ് ചെയ്തപ്പോൾ ചില മിസ്റ്റേക്സ് വന്നായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ പാർട്ട് 2 വീഡിയോ എടുത്തപ്പോൾ പാർട്ട് 2 ആക്കി ഇട്ടാലോ, ലെങ്ത് കൂടിപ്പോയിപ്പോൾ പാർട്ട് 2 ഒക്കെ ആക്കി ഇട്ടാലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതും കൂടെ അതിനകത്തുണ്ട്, അത് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി PVRൽ നിന്ന് സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ആ ഒരു അനുഭവം എങ്ങനെയാണെന്ന് പറയാം. സത്യം പറയട്ടെ, മനസ്സ് നിറഞ്ഞു. ആ ലുലു മാളിൽ പോകുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥിരം വീഡിയോ കാണുന്ന ഒരു യൂട്യൂബറുണ്ട്, FOC ഫാമിലി ഓൺ കാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്നാണ് എനിക്ക് തിയേറ്ററിൽ ഒപ്പീനിയൻ പറയുന്ന ഐഡിയ കിട്ടിയത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീഡിയോ, PVRൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗോൾഡൻ ഗ്ലോ എന്ന് അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും അങ്ങനെ ആ ഒരു ഗോൾഡൻ ഗ്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് ഡിസൈഡ് ചെയ്യണം, പക്ഷെ ഒന്നും നോക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഈ ആക്ടേഴ്സിൻ്റെയും ആക്ട്രസസിൻ്റെയും ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നത്, അതെന്തായാലും ഒരു നല്ല കാര്യം കേട്ടോ. ഇപ്പോൾ PVRന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ, അത് അവരുടെ ഭാഗത്ത് നിന്ന് വലിയ കാര്യം തന്നെയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറയുന്നത് വള ചുമ്മാ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി പറയുന്നതാണെന്ന് തോന്നും, പക്ഷേ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ നിങ്ങൾക്ക് ആർക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു എന്ന കാര്യം എന്ന് പറയുന്ന ആ വ്യൂ ഉണ്ടല്ലോ, ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. എവിടെ തിരിഞ്ഞ് നോക്കിയാലും വ്യൂ ആണ് കേട്ടോ. വീൻ്റെ ഒരു മാന്ത്രിക ലോകമാണ്. പിന്നെ നമുക്ക് തുടങ്ങും മുതൽ ആ എക്സ്പീരിയൻസ് മുറക്കി പറയാൻ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് മനസ്സിൽ വരത്തില്ല. ആദ്യം ഞാൻ കാറും എടുത്തുകൊണ്ട്, എൻ്റെ മാമൻ്റെ കാറാണ്, അപ്പോൾ എൻ്റെ മാമൻ കാറും എടുത്തുകൊണ്ട് ലുലു മാളിൽ ചെന്നു. അങ്ങനെ ആ ബിൽഡിങ് കണ്ട്, ബിൽഡിങ്ങിൻ്റെ സൈഡിൽ PVRന്ന് ഒരു ബോർഡിൽ ഇങ്ങനെ വലുതായിട്ട് എഴുതിയിരിക്കുന്നു. കണ്ടപ്പോഴേ ഒരു പ്രത്യേക ഒരു സന്തോഷം. പിന്നെ ആ വണ്ടി അകത്തേക്ക് കയറി, കോമ്പൗണ്ടിനകത്തേക്ക് കയറി. അപ്പോഴാണ് മനസ്സിലായത്, അല്ലാത്ത പാർക്കിംഗ് ലെവലിൽ അങ്ങോട്ട് പോകണം. കാരണം കോമ്പൗണ്ടിനകത്ത് ആ കോർട്ട്യാർഡിൽ പാർക്കിങ്ങിന് ഒട്ടും സ്ഥലമില്ല. അതല്ലേ PVRലെ പാർക്കിങ്, PVRലല്ല, ലുലു മാളിലെ പാർക്കിങ് അതെന്തായാലും ഒരു ഒന്നൊന്നര പാർക്കിംഗ് കേട്ടോ. നമ്മൾ കോമ്പൗണ്ടിൽ സ്ഥലം ഇല്ലാത്ത, കോമ്പൗണ്ടിൻ്റെ ആ കോർട്ട്യാർഡിൽ സ്ഥലം ഇല്ലയെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു അല്ലേ ആ പാർക്കിംഗ് ലെവൽ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ സ്ഥലം കാണുമെന്ന്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോർ അങ്ങനെ മുകളിലേക്ക് പോയി അവസാനം 6ാമത്തെ പാർക്കിംഗ് ലെവലിലാണ് സ്ഥലം കിട്ടിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും ഫുള്ളാണ് ലുലു മാളിലെ പാർക്കിംഗ്. ഇത്രയും ദൂരം പാർക്കിങ്ങിന് ഇത്രയും ദൂരം പോയ എൻ്റെ മാമൻ്റെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടണം. പിന്നെ ഈ PVR വരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4th ഫ്ലോറിലാണെന്ന് തോന്നുന്നു PVR വരുന്നത്. അപ്പം അങ്ങനെ 4th ഫ്ലോറിലേക്ക് അങ്ങനെ പോയി. 4th ഫ്ലോറിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് എന്ത് വിളിക്കണമെന്ന് അറിയത്തില്ല. സീലിങ്ങിന് മൊത്തം ഇങ്ങനെ ഗ്ലാസിൻ്റെ കുറേ പാനലുകൾ, കാണാൻ സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിച്ച് കയറുന്നുണ്ട് ആ ഗ്ലാസ്സിലൂടെ. സൈഡിങ്ങിൽ മൊത്തം ഇങ്ങനെ ഗ്ലാസ് പാനലുകൾ. അങ്ങനെയാണോ എനിക്ക് അങ്ങനെ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ അവിടെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി. അവിടെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിൽ ഒരു ഗോൾഡ് ഔട്ട്ലൈനുള്ള ഒരു ബോർഡിൽ ഗോൾഡൻ ലെറ്റേഴ്സിൽ PVR സൂപ്പർപ്ലെക്സ് IMAX ലക്സ് 4DX, ലുക്സ് അല്ല കേട്ടോ, ലക്സ് ആണ് എന്നാണ് ഞാൻ പ്രൊനൗൺസിയേഷൻ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ലക്സ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ IMAX ലക്സ് 4DX. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്
ലക്സിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ലക്സിന് വേണ്ടി മാത്രം ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ ലക്സാണ്. അപ്പോൾ 2 സ്ക്രീനുണ്ട് ലക്സിൽ. അപ്പോൾ ആ 2 സ്ക്രീൻ ഉള്ളതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് വെയിറ്റിംഗ് ലോബി തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന എന്താ PVR എന്ന് വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നതാണ് കാണുന്നത്. പക്ഷെ ആദ്യം അതിലോട്ടല്ല ശ്രദ്ധ പോകുന്നത്. സീലിങ്ങിൽ ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സീലിങ്ങിൽ ആ ഒരു ലൈറ്റിംഗ് സിസ്റ്റം, ആ ഒരു ഫിനിഷ് കണ്ണ് തള്ളിപ്പോയിട്ട് എനിക്കൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും. കാരണം അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള വാക്കുകൾ എൻ്റെ കയ്യിലില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്നുള്ള ഇതാണുള്ളത്. കാരണം അത്രയ്ക്ക് സൂപ്പറായിരുന്നു അത് കണ്ടിട്ട്. പിന്നെ നമ്മൾ അങ്ങനെ അകത്തോട്ട് കയറി. പിന്നെ ഇവിടെ മറ്റേ പല തിയേറ്ററിലുള്ള സംഭവമില്ല കേട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൗണ്ടർ കാണും. ഇപ്പോൾ അതിൽ PVR ആണല്ലോ, അപ്പോൾ അങ്ങനത്തെ ഉടായ്പ പരിപാടിയൊന്നും അവർ കൊണ്ടുവരത്തില്ല. പിന്നെ നമ്മളങ്ങനെ മൊബൈലിൽ സ്ക്രീൻഷോട്ടും കാണിച്ചിട്ട് അങ്ങോട്ട് കയറി. പിന്നെ ഇന്ന് നമ്മളൊരു ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെക്കിങ് ചെയ്ത് കഷ്ടപ്പെടണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കയറിയപ്പം അവിടെ മുതലാണ് ചുവരിൽ പെയിൻറ്റിങ്ങുകളുടെ കളി ആരംഭിച്ചത്. മലയാളം ആക്ട്രസിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെ കളി അവിടെയാണ് ആരംഭിച്ചത്. അങ്ങനെ അതും കണ്ട് നമ്മളിങ്ങനെ നടന്നു. ഇങ്ങനെ നടക്കുന്ന കാര്യം പറയുന്നതിന് മുമ്പേ ഈ PVRൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് ആദ്യം ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ആണ് ഐമാക്സ് സ്ക്രീൻ, അതായത് ഓഡിറ്റോറിയം 1. ഇപ്പോൾ ഓഡിറ്റോറിയം 1 ലെഫ്റ്റ് സൈഡിലാണെങ്കിലും റൈറ്റ് സൈഡിലാണ് കേട്ടോ ഐമാക്സ് എന്ന് എഴുതി കാണിച്ചത്. അതെന്താണോ അപ്പോൾ അതിപ്പോൾ വലിയ കാര്യമൊന്നുമല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഐമാക്സിന് വേണ്ടി മാത്രം ഒരു ചെറിയ സ്നാക്ക് കൗണ്ടർ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ പോയി. അപ്പോഴാണ് എന്ത് കണ്ടത്? ഒരു എലഗൻറ്റ് സ്നാക്ക് കൗണ്ടർ, ഒരു സൂപ്പർ പോളി സ്നാക്ക് കൗണ്ടർ. എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഈ തിയേറ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സീലിങ്ങിൻ്റെ കാര്യത്തിൽ കണ്ണ് തള്ളിപ്പോകുന്നു, അതുപോലെ തന്നെ സ്നാക്ക് കൗണ്ടർ. ആ സ്നാക്ക് കൗണ്ടറിൽ ചില ആൾക്കാർ വന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത് കണ്ടാൽ തോന്നും. പ്രത്യേകിച്ച് എൻ്റെ കസിൻ്റെ കാര്യമുണ്ടല്ലോ, ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത് കണ്ടാൽ തോന്നും കഴിക്കാനാണ് ഇവിടെ വരുന്നതെന്ന്. കാരണം സ്നാക്ക് കൗണ്ടർ കണ്ടിട്ട് തന്നെ പൊതുവെ ഇപ്പോൾ അവിടുത്തെ ഫുഡ് എന്തുമായിരിക്കും സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കസിൻ ഉണ്ടല്ലോ, അവൻ ഫുഡ് കഴിക്കാൻ പോയിട്ട് സിനിമ തുടങ്ങി കഴിഞ്ഞിട്ടാണ് അവൻ വന്നത്. അവൻ എന്തൊക്കെ വാങ്ങിച്ചെന്ന് ദൈവത്തിനറിയാം. ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും വാങ്ങിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ അത് കഴിക്കാൻ അരമണിക്കൂർ എടുക്കുമോ? അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ ഫോട്ടോസൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ ഓഡിറ്റോറിയം 4 ആണ് 4DX. അങ്ങനെ നമ്മൾ അങ്ങനെ ഇരുന്നപ്പോൾ ഓഡിറ്റോറിയം 7 അങ്ങോട്ട് തുറന്ന് ഒന്നും പറയാനില്ല. അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ആ സ്ക്രീൻ ആദ്യം നമുക്ക് വലുതായിട്ട് തോന്നെങ്കിലും സിനിമ തീർന്ന് അത്ര ആയി കഴിയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വലുതായിട്ട് തോന്നത്തില്ല. അത്രയ്ക്ക് വലിയ സ്ക്രീനൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ A4C ഫാമിലി ഓൺ കാർ എന്ന് പറയുന്ന ചാനലിലെ വീഡിയോ കാണാറുണ്ട്. അവർ 80ഓളം തിയേറ്റർ വീഡിയോ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് കാണാൻ പല തിയേറ്ററും തൃശ്ശൂരകം തിയേറ്റർ, അല്ലെങ്കിൽ ഏരീസ് ഫ്ലക്സ്, അല്ലെങ്കിൽ രേവതി സിനിമാക്സ്, ഇതുപോലത്തെ പൊളി തിയേറ്ററുകളുണ്ട്. പക്ഷേ എന്നാലും ഇത് കൊള്ളാം കേട്ടോ. എനിക്ക് എന്തായാലും ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ സ്ഥിരം പോയി സിനിമ കണ്ടുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുള്ള കാർണിവൽ സിനിമാസിലാണ്. കാർണിവൽ സിനിമാസ് ഇപ്പോൾ മൂവി മാക്സ് സിനിമാസാണ്. അപ്പോൾ അവിടെ പോയാണ് ഞാൻ സ്ഥിരം സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെറിയ സ്ക്രീനാണ്. പിന്നെ കാർണിവൽ സിനിമാസിൻ്റെ സാധാരണ തിയേറ്ററിൽ അത്യാവശ്യം സ്ലോപ്പ് കൊടുക്കുമെങ്കിൽ ഇവിടെ വലിയ സ്ലോപ്പും ഇല്ലായിരുന്നു ആ കാർണിവൽ സിനിമാസിൽ, മൂവി മാക്സിൽ. പിന്നെ അത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് സ്ഥലം മാറിയപ്പോൾ ഏറ്റുമാനൂരുള്ള UGM സിനിമാസിൽ വരാൻ തുടങ്ങി. ഇപ്പോൾ UGM സിനിമാസ് കൊള്ളാം. അതിൻ്റെ ഇപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ ഞാനിത് കാണിച്ചു തരാം. പിന്നെ വീഡിയോയിൽ 2 ലെങ്ത്താണ്, എന്താ പറഞ്ഞാൽ ഭയങ്കര ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ. എനിക്ക് മിക്കവാറും സെക്കൻഡ് പാർട്ടാക്കി ഇടേണ്ടി വരും ഇത്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാക്കി ഇടാം. ഓക്കെ, ഇപ്പോൾ ഓഡിറ്റോറിയം 7 കയറുന്നു.
ഇപ്പോൾ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു സ്റ്റേജ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സ്റ്റേജിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ഒരു പറഞ്ഞല്ലോ ആ ഒരു വി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം കയറുമ്പോൾ എനിക്ക് തോന്നുന്നു സ്ക്രീൻ ആ സ്റ്റേജ് ഉള്ളതുകൊണ്ടേ കുറച്ച് പൊക്കത്തിലിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പൊക്കത്തിലിരിക്കുന്നതുകൊണ്ട് ആദ്യം സീറ്റുകളുടെ ഫ്രണ്ടിൽ ചെറിയ സ്ലോപ്പായിരുന്നു. പിന്നെ ബാക്കിലോട്ട് പോകുന്തോറും ആ സ്ലോപ്പ് കൂടി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് റെഡ് കളറിലൊരു കുറേ കുറേ റെക്റ്റാങ്കിൾസ് ഇങ്ങനെ വരുന്ന ആ ടൈപ്പ് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് PVR കൃപയിൽ യെല്ലോയും വൈറ്റും അല്ല. അപ്പോൾ യെല്ലോയിൽ വൈറ്റ് ഇങ്ങനെ ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽപ്പുണ്ട്. റെഡ് ബ്ലാക്കിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. പക്ഷെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടേനെ. കുറ്റമെന്നല്ല പറഞ്ഞു, ഒരിക്കലും അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടേനെ. പിന്നെ ഇപ്പോൾ ഇവിടെ 3 കാറ്റഗറി ഓഫ് സീറ്റ്സ് ആണ് ഉള്ളത്. ക്ലാസിക്, പ്രൈം, റിക്ലൈനർ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് പ്രൈം കാറ്റഗറി ആണ്. അപ്പോൾ നമുക്ക് വില ഉണ്ടായിരുന്നത് അത് ഇതിനു മുമ്പ് പ്രൈസ് കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താണോ എന്തോ ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ പ്രൈസ് കൂടിയായിരുന്നു. പ്രൈം കാറ്റഗറിക്ക് 250 രൂപയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നത് ഒരു സീറ്റിൻ്റെ ഒരു ഫോർത്ത് ലാസ്റ്റ് റോയിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ UGMൽ സെക്കൻഡ് ലാസ്റ്റ് റോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ടിക്കറ്റ് റേറ്റ് 150 രൂപയാണ്. ഇവിടെ ഫോർത്ത് ലാസ്റ്റ് റോയിൽ 250. UGM സിനിമാസിലെ ഏറ്റവും ബാക്കിലത്തെ സോഫ സീറ്റിനാണ് 250 രൂപ. എന്തായാലും UGMനേക്കാളും എത്ര മെച്ചപ്പെട്ടാണ്. പിന്നെ മോളിലാണ് എക്സലൻറ്റ് ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം കാണും. അപ്പോൾ അതാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. റിക്ലൈനർ സീറ്റ് കണ്ടിട്ട് പൊളിയായിട്ട് തോന്നി കേട്ടോ. എപ്പോഴെങ്കിലും റിക്ലൈനറിൽ പോയി സിനിമ കാണണം. നടക്കുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഭയങ്കര വില ആയിരിക്കൂലേ. ഇന്നത്തെ ഈ പ്രൈമിന് തന്നെ 250 രൂപ ആയില്ലേ. ഇപ്പോൾ എനിക്ക് ഇപ്പം ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഈ തിയേറ്ററിൽ വലിയ പ്രശ്നമേ അല്ലെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇനിയാണ് ശരിക്കുമുള്ള പ്രശ്നം വരാൻ പോകുന്നത്. അതായത് നമ്മൾ സീറ്റിലോട്ട് ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ റിക്ലൈൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നല്ല സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വലിയ സ്ലോപ്പില്ലെങ്കിലും ബാക്കിലോട്ട് വരുമ്പോൾ നല്ല സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലം കൂടുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, ഓൾമോസ്റ്റ് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഒരു സ്റ്റെപ്പ് അത്രയും ഒരു സ്ലോപ്പ് വരും. അപ്പോൾ അങ്ങനെ ഒരു സ്ലോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റിൻ്റെ തൊട്ട് ബാക്കിൽ ആ സ്ലോപ്പ് ഇങ്ങനെ സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഗസ് പറഞ്ഞതാണ്. പക്ഷേ നമുക്ക് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ PVR നമ്മളെ ഗ്രീൻഫീൽഡിലെ കാർണിവൽ സിനിമാസിൽ പോയാൽ അവിടെ പുഷ് ബാക്ക് ചെയ്യാമല്ലോ. വാട്ട് ഈസ് ദിസ് PVR? ഇത്രയും ഞാൻ ഇതായിട്ട് പറഞ്ഞെങ്കിലും അത് നമുക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ആൾക്കാരാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ആകുമ്പോൾ ഒന്ന് സുഖിച്ചിരുന്ന് കാണാനും കൂടെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണും. ഓക്കെ, പിന്നെ അങ്ങനെ സിനിമ തുടങ്ങി. എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ PVRലൊക്കെ സാധാരണ ഡോൾബി അറ്റ്മോസ് അല്ലേ വരുന്നത്. ഇവിടെ ഡോൾബി 7.1ൻ്റെ ഇൻട്രോ ആണ് ഇട്ടത്. അത് എനിക്ക് ഡോൾബി അറ്റ്മോസ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 7.1 തന്നെയാണെന്ന് തോന്നുന്നു. മാത്രമല്ല വലിയ വോളിയം ഒന്നും തോന്നിയില്ല. JBLൻ്റെ സറൗണ്ട് സ്പീക്കേഴ്സ് ആയിരുന്നു കേട്ടോ. ചുറ്റും സ്പീക്കർ. എനിക്ക് തോന്നുന്നു മൊത്തം 24 സ്പീക്കർ എങ്ങാണ്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ മൂവി മാക്സ് സിനിമാസിൽ, അതായത് പഴയ കാർണിവൽ സിനിമാസിൽ 10 സ്പീക്കറാണുള്ളത്. UGMൽ 12 സ്പീക്കർ. ഇവിടെ വന്നപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എണ്ണം ഓർമ്മയില്ല. പക്ഷേ 24 സ്പീക്കറുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, അത്രയ്ക്ക് വോളിയം ഫീൽ ചെയ്തില്ല. ആ ബേസ് കിട്ടി, ബീറ്റ് കിട്ടി, പക്ഷെ അത്രയ്ക്ക് വോളിയം ഒന്നും ഫീൽ ചെയ്തില്ല. അതെന്താണോ. പിന്നെ കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ വന്ന സമയത്ത് എന്താ പറയുക, അവിടെ പാട്ടിട്ടുണ്ടായിരുന്നു. ആ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തു. എന്നാലും ഒരു 2-3 സെക്കൻഡ് കേട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കത്തില്ലല്ലോ അല്ലേ. കാരണം പണ്ട് ഞാനൊരു
ഞാൻ റോഡിൽ കൂടെ എൻ്റെ മാമൻ്റെ കാറിനകത്തിരിക്കുമ്പോൾ സൈഡിൽ കൂടെ ഒരു ടൂറിസ്റ്റ് ബസ് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഷോർട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് കാലാബക്കാര എൻ്റെ മാമൻ്റെ കാറിൽ വെച്ചിരുന്നത്. ആ കാലാബക്കാരയുടെ 5 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നു. അതിന് അവർ കോപ്പിറൈറ്റ് അടിച്ചു. എനിക്ക് തോന്നുന്നു ഈ ചെറിയ ചാനലുകാരൊക്കെ എല്ലാവർക്കും കോപ്പിറൈറ്റ് അടിക്കുമെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാൻ, കോപ്പിറൈറ്റ് അടിക്കൂല എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഗിർ സിനിമ കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി സന്തോഷമായി. കാരണം എനിക്ക് അത്രേ പറയാനേ ഉള്ളൂ. കാരണം നമ്മൾ ഇത്രയും നല്ല പണ്ട് ഗ്രീൻഫീൽഡിൽ പോയിട്ട് പിന്നെ UGMൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതാണ് സംഭവം. എനിക്ക് ഇനി എപ്പോഴെങ്കിലും 4K ഡോൾബി അറ്റ്മോസിൽ പോകണം. UGM സിനിമാസിൻ്റെ OD1 4K ഡോൾബി അറ്റ്മോസ് ഉണ്ട്. പക്ഷെ അവിടെ പോകാൻ ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല കേട്ടോ. മന്ദാകിനി സിനിമയ്ക്ക് ഞാൻ അവിടെ പോയപ്പോൾ അവിടെ 4K ഡോൾബി അറ്റ്മോസ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അറ്റ്മോസ് കിട്ടിയില്ല. 4K 7.1 ആണ് കിട്ടിയത്. കാരണം സ്ക്രീൻ 1-ലാണല്ലോ അറ്റ്മോസ് ഉണ്ടെന്ന് പറഞ്ഞു. സ്ക്രീൻ 1-നാണ് ബുക്ക് ചെയ്തത്. അവസാനത്തെ സമയമായപ്പോൾ അവസാനമല്ല, നമ്മൾ അവിടെ ചെന്ന് ഒരു 1/4 മണിക്കൂർ മുമ്പേ നമ്മൾ അവിടെ എത്തി. അവിടെ ടിക്കറ്റ് കൗണ്ടറിലിരിക്കുന്ന ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു OD2 ആണെന്ന്. സാരമില്ല, നമുക്ക് OD3യും OD2 എക്സ്പീരിയൻസ്. സന്തോഷം സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ OD3യിലാണ് കണ്ടത്. എല്ലാ ഓടിയും സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ PVRൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊജക്ടർ ഭയങ്കര ടോപ്പിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4th ക്ലാസ് റോയിൽ ഇരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഒരു ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ 2 നില വരുമോ, ഒരു 1.5 2 നില വരുമായിരിക്കും. അപ്പോൾ അത്രയും ഞാൻ ഇരിക്കുന്നതിൻ്റെ തന്നെ അത്രയും പൊക്കത്തിലാണ്. കുറേ ബാക്കിലാണ് ഞാൻ ഇരുന്നത്, എന്നിട്ടും അത്രയും പൊക്കത്തിലാണ് ഈ പ്രൊജക്ടറിൻ്റെ ആ ഓപ്പണിങ് വരുന്നത്. അപ്പോൾ ആ പ്രൊജക്ടറിൽ നിന്ന് സ്ക്രീനിലേക്ക് UGMലൊക്കെ ആണെങ്കിൽ ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ഇരിക്കുവാണെങ്കിൽ ആൾക്കാർ സീറ്റ് ഇരിക്കാനായിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ ആൾക്കാരുടെ ഒരു ഇമേജ് സ്ക്രീനിൽ ഫോമാവും. അപ്പോൾ അതാണ് UGMലെ അവസ്ഥ. പക്ഷെ ഇവിടെ അത്രയും പൊക്കത്തിൽ പ്രൊജക്ഷൻ കൊടുത്തേക്കുന്നതുകൊണ്ട് ഒബ്സ്ട്രക്ഷൻ ഒന്നും വരത്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതാണ് PVRൽ പോയിട്ട് ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ. പിന്നെ ഈ വീഡിയോ ഞാൻ പറഞ്ഞു ഇത് 2 പാർട്ടായിട്ടാണ്. ഇന്ന് ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. അതിനകത്താണ് വീഡിയോ മൊത്തം ഉള്ളത്. അപ്പോൾ ഓൾറെഡി 17 മിനിറ്റ് ആയിട്ടോ. Realme 5 Proൻ്റെ ഫോണാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ 9 മിനിറ്റ് 30 സെക്കൻഡ് ഉണ്ട്. ഇപ്പോൾ 17 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, 17.5 മിനിറ്റായി. ഇപ്പോൾ കുറേ ഇന്ന സ്റ്റോറേജ് സ്പേസും കുറവാണ് കേട്ടോ. ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ കളിക്കുന്നതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് അത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോറേജ് സ്പേസ് കുറവായതുകൊണ്ട് ഇനി അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് തീർന്ന് കട്ടപ്പുകയാവും. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇനിയേ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ലെഗോ വെച്ച് ഒരു മൂവി തിയേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണിച്ചിട്ട് അതും കൂടെ ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല, ഓൾറെഡി ലെങ്ത് കൂടുതലായി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് സംസാരിക്കുന്നതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് സഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോയും കൂടി ഒന്ന് പോയി കാണുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബൈ ബൈ. അപ്പോഴേ ആ പാർട്ട് 2 എടുത്തിട്ട് കുറച്ച് നേരമായേ. എനിക്ക് നല്ല പണി കിട്ടി. കാരണം ഞാൻ എൻ്റെ അവസാനം പറഞ്ഞല്ലോ ലെഗോ തിയേറ്ററിൻ്റെ വീഡിയോ കാണിച്ചു തരാമെന്ന്. ആ ലെഗോ തിയേറ്ററിൻ്റെ വീഡിയോയ്ക്ക് അവർ കോപ്പിറൈറ്റ് അടിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഇൻട്രോയും നമ്മളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വേറെ ഒരു സാധനവും കാണിക്കാൻ പറ്റത്തില്ല. ഡിസ്ക്രിപ്ഷനിൽ ക്രെഡിറ്റ്സ് മെൻഷൻ ചെയ്താൽ പോലും പറ്റത്തില്ല എന്ന് ഉറപ്പായി. അപ്പോൾ അത് ഉറപ്പായ സ്ഥിതിക്ക് ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കാം. എന്നാൽ ഈ ലെഗോ തിയേറ്ററിലൊന്നും പ്ലേ ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ലെഗോ തിയേറ്ററിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിക്കാം.
നമ്മള് സിനിമയുടെ വീഡിയോ ഒക്കെ ചെയ്ത് അതൊക്കെ ഇറങ്ങിയിട്ട് ഇത് കാണിക്കാതിരുന്നാൽ ഭയങ്കര മോശം. അത് ഇത് കണ്ടോ, എന്താ രസമല്ലേ. തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും മരങ്ങളുണ്ടായിരുന്നു.